Shall we start a new lesson? Standard 6 English Literature. Fourth lesson, the Railway Children. Railway Children. Railway Children is a story written in 1906. That means 114 years before. Right. Written by, this is a wonderful story. Railway Children written by yes. E. Nasby is a writer in English. Nasby. This story has 3 children and a railway track. The problem regarding about all I think about all children are very much anxious to look to the railway track because the train is going on. That the track is making much more noises and the train is very big one. So anything happened in the railway track, it makes an accident. The train and the passengers casualized. So it is very important to look after the track because the track is too rails. Above the rails, the train is going on. Any problem making regarding the rails, the train will collapse and it makes much more casualty to the passengers because in the train minimum 2000 more passengers are there in one bogie, 180 passengers. Most of the trains are 20 bogie, that means more than 2000 passengers. And the train is very heavy. The engine weight is 90 ton, 90 ton, and the bogie weight is 30 ton. And train is the biggest transport medium in the world, and it's a train, much more passengers, especially than the ship. In some passenger ship, 4,500 passengers are there. That's a rare one, but railway is train is almost in all countries. So most of the children are when the train is going to the very near to your house, most of the house near the railway track is there. You look after. So that time 3 children is here. One is Peter as a leader, and Bobby and Felix. Bobby's other name is Roberta and Felix. 3 children. They met with a train accident. So they are trying to avoid the accident and attract the train and the passengers are escaped. That is the story of these children. These are railway children. Railway children means children with the railway. Railway കൂടെയുള്ള കുട്ടികൾ. നമ്മൾ റെയിൽവേ ട്രാക്കിനടുത്ത് താമസിക്കുന്ന 3 കുട്ടികളാണ്. റോബർട്ടയുടെ പേരാണ് ബോബി, ടീച്ചറാണ് നേതാവ് ആൺകുട്ടി, then ഫീലിക്സ്. അപ്പോൾ ഇവര് 3 പേരോട് കൂടി ഈ റെയിൽവേ ട്രാക്കിൽ വന്ന വലിയൊരു അപകടം എന്ന് പറഞ്ഞെടുത്ത് റെയിൽവേ ട്രാക്കിലെടുത്ത മണ്ണുള്ള മല ഇടിഞ്ഞ് കല്ല് മണ്ണ് വരെയാണ് റെയിൽവേ ട്രാക്കിൽ നടന്നത്. അവർക്ക് പറയുന്ന ട്രെയിൻ വന്നില്ല, ട്രെയിൻ വന്ന് അതിലെ പാസഞ്ചേഴ്സ് അതിനു മുമ്പ് ഈ മല വീണത് കണ്ടുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ അറിയിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇവര് ചുവപ്പ് കൊടി ഉണ്ടാക്കി ട്രെയിൻ എഞ്ചിനെ കാണിച്ച് ട്രെയിൻ നിർത്തി ഈ യാത്രക്കാരെ രക്ഷിക്കുന്നതാണ് ഈ കഥ. എല്ലാ വൃത്തിയ കുട്ടികൾക്ക് ഏറ്റവും എൻജോയ്മെന്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നീണ്ട കഥ. ഓക്കെ, ലുക്ക് ടു ദ ചിൽഡ്രൻ. ദി സ്റ്റോറി വാസ് റിട്ടൺ ഇൻ 1906. 1907 എഴുതപ്പെട്ട കഥയാണ്. ഒരു സംഭവമാണ്. ഡ്രോൺ ബൈ സ്റ്റീവൻ. അന്ന് ട്രെയിൻ അതായത് വെള്ളം ഒഴിക്കും, വെള്ളം ചൂടായി ആവി വരും, ആവി കൊണ്ട് ട്രെയിൻ. ഇത് 100 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിക്കാം. ഇങ്ങനെയുണ്ടായ ആവി എഞ്ചിൻ ഇപ്പോഴും ഇംഗ്ലണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്റ്റേഷനിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ ആവി എഞ്ചിൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. സ്റ്റീഫൻ വാട്ടർ എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് എഞ്ചിനീയറാണ് ആദ്യമായിട്ട് ലോകത്തിൽ ആവി എഞ്ചിൻ ഉണ്ടാക്കിയത്. അദ്ദേഹം ഉണ്ടാക്കി 150 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ആവി എഞ്ചിൻ ഇപ്പോഴും ഇംഗ്ലണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്റ്റേഷനിൽ പോയി ഞാൻ ആ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും
ആ സ്റ്റേഷൻ ആവിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനടുത്ത് അതിന്റെ അപ്പുറം സ്കോട്ട്ലാൻഡാണ്. അതിന്റെ അപ്പുറത്ത് മിഡിസ്ബ്രോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കണ്ടി ഉണ്ട്. ആ കണ്ടി ചെറിയ ഒരു ട്രെയിനിൽ കയറി പോകണം. അപ്പൊ ഈ സ്റ്റേഷനിൽ ഇറങ്ങി വേണം നമുക്ക് മിഡിസ്ബ്രോയിൽ പോകണം. അപ്പൊ ഞാൻ സാധാരണ സ്ഥിരമായിട്ട് കാണുന്ന ആവിയിൽ ഇപ്പോഴും ഒരുപാട് ഉപയോഗത്തിലില്ല. പിന്നെ ലോകത്ത് പലയിടത്തും ആവിയിൽ ഉപയോഗിച്ച് ട്രെയിൻ ഓടി. ആദ്യമായിട്ട് ഇംഗ്ലീഷുകാരാണ് ആവിയിൽ ഉപയോഗിച്ച് ട്രെയിൻ ഓടിച്ചത്. ആവിയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ആവി എഞ്ചിൻ കൊണ്ട് ഓടുന്ന ട്രെയിൻ ആയിരുന്നു. ആ ട്രെയിനാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഇവിടെ നോക്കുക, റൊബാർട്ടയുടെ പേരാണ് ബോബി, കൊച്ചാണ്. ഫെലീസ് ആൻഡ് പീറ്റർ live near a country railway. അതായത് റെയിൽവേ ലൈനിലാണ് ഒരു റെയിൽവേയുടെ ലൈനിൽ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അവരുടെ വാർത്തയുടെ അടുത്തോടെയാണ് ട്രെയിൻ പോകുന്നത്. ടു വർക്ക് ട്രെയിൻ നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിനിലുള്ളവരെ നിങ്ങൾ കൈ കാണിച്ച് അവിടെ ഇരിക്കുന്നവരെ കൈ കാണിക്കും. എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ട്രെയിനകത്തൊക്കെ ഞാൻ ഇഷ്ടംപോലെ ട്രെയിനിൽ പോകാനാണ് പുറത്ത് ജീവിച്ചുകൊണ്ട സമയത്ത് സ്ഥിരമായിട്ടും ബോംബെയിൽ നാഗ്പൂരിലൊക്കെ 6-7 കൊല്ലം സ്ഥിരം ഒരു വർഷം ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ട് പോകും. അല്ലെങ്കിൽ 2 പ്രാവശ്യം. അപ്പോഴൊക്കെ 3 ദിവസത്തെ യാത്രയാണ് നാഗ്പൂരിലേക്ക്. അപ്പോൾ വലിയ രസകരമാണ്. പ്രത്യേകിച്ച് ട്രെയിനകത്ത് വേണ്ടി യാത്രക്കാരാണ്. അപ്പൊ പുറത്തുള്ള പിള്ളേർ കഴിയാണെങ്കിൽ നമ്മൾ കഴിയാണെങ്കിൽ അതിന് കഴിയാണെങ്കിൽ വളരെ കുറവാണ്. അപ്പൊ അത് വലിയൊരു ആനന്ദമാണ്. സോ വാട്ട് ഹാപ്പൻസ് വൺ ഡേ ലാൻഡ് സ്ലൈഡ് ബ്ലോക്ക് റെയിൽവേ ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് എന്തോ ഇളകം സംഭവിച്ചു, ഭൂകമ്പം പോലെ വന്നിട്ട് അവിടെ നിങ്ങൾ അതിശക്തമായ മഴ പെയ്തിട്ട് റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്ന ഭൂമിയെ വെട്ടിക്കുഴിച്ചിരിക്കും. അപ്പോൾ മല പോലെ മണ്ണ് കരുവിലായി. അപ്പോൾ എന്തോ ശരിക്കും ഭൂമിയുടെ ട്രാക്കിൽ വന്നിട്ട് ഒരു മല മുഴുവൻ ഇടിഞ്ഞ് ട്രാക്കിലേക്ക് വീഴുമ്പോൾ ആ കുട്ടികൾ അത് കണ്ടു. എന്നിട്ട് അവര് ട്രെയിൻ വന്ന് അതിന് വേണ്ടി കയറി മറക്കാതിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ലെസൺ. നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തേക്ക് ആടുകളിലേക്ക്, അതായത് റെയിൽവേയുടെ പാള മുറിച്ച് ആ കൊണ്ട് വീട്ടുണ്ടാക്കും. അതിന്റെ പ്രത്യേകത കൈവിട്ട നീങ്ങിപ്പോലും അവങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതിനാൽ റെയിൽവേയിലെ പാളങ്ങളും തടികളും ഒക്കെ ഉപയോഗിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് മരുന്നിരിക്കും. കാരണം ഉപയോഗിക്കാൻ പാടത്തിന് ഇത്ര വർഷം കഴിഞ്ഞാൽ പാളം വാങ്ങും. ഭയങ്കര വിലയുള്ള പാടം. അത് മുറിച്ചിട്ടാണ് അവർ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ സാധനങ്ങളും റെയിൽപാടങ്ങൾ ഉപയോഗിച്ചിരിക്കും. അതാണ് അവർ പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. കണ്ടോ, സ്റ്റോപ്പ് പ്രാക്ടീസ് എന്താ ഒച്ച എടുക്കുന്നത് ചോദിക്കുന്നു. That means possibly a word noise which is a soft noise, but very plainly to be heard to the sound of the wind in the branches and the hum breathe of the telegrams. It was a sort of rustling, whispering sound as they listened, stopped and then നിങ്ങൾ റെയിൽവേ ലൈനിൽ പോയിട്ട് അറിയാം, ഒരു മുകളിൽ ഒരു ലൈൻ പോകുന്നത്. ആ ലൈന് നമ്മുടെ ഇന്നത്തെ ടെലിഫോണിലെ ടെലിഗ്രാഫ് എന്ന് പറയും. അതായത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത റെയിൽവേ സ്റ്റേഷന്റെ മാസ്റ്റർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. ട്രെയിൻ വരാൻ പോവാണ്, ട്രെയിൻ കിടക്കണമെന്ന് പറയുന്നത് ഇതില്ല. അപ്പൊ അങ്ങനെ ഒരു വയർ പോകും. ആ വയറാണ് ടെലിഗ്രാഫിക് വയർ എന്ന് പറയുന്നത്. ടെലിഗ്രാഫിക് വയർ. ഈ ടെലിഗ്രാഫ് വെച്ചോണ്ടിരിക്കും. കാരണം ഇതിന്റെ സന്ദേശങ്ങൾ ഇപ്പം ഇത് കുറെ വർഷങ്ങൾ 100 വർഷം മുമ്പത്തെ കാര്യം പറയുന്നത്. ഇന്ന് അങ്ങനെ ടെലിഗ്രാഫ് വയറൊന്നുമില്ല. ഇന്ന് വൈകിയ സംവിധാനങ്ങളായിരുന്നു, അതൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇതേപോലെ സന്ദേശങ്ങൾ പോകുമ്പോൾ ഈ ലൈൻ കിടന്നുകൊണ്ട് ആടും. അപ്പം ഒച്ചയുണ്ട്. ഈ ഒച്ചയാണോ പിള്ളേർ അങ്ങനെ ചോദിച്ചു. And this time it does not stop louder. And look, cried Peter suddenly with a thrill over there. They were not there. Peter പറഞ്ഞു, അല്ലല്ല നോക്കിക്കേ, ട്രീ ഓവർ. അനോട്ടേഷൻ അനോട്ടേഷൻ വരച്ചിട്ടാൽ മാത്രമേ അനോട്ടേഷൻ ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അനോട്ടേഷൻ വരച്ചിട്ട് പരീക്ഷയ്ക്ക് കഴിഞ്ഞ ഒരു പരീക്ഷ ചോദിച്ചുള്ളതാണ്. പിന്നെ അനോട്ടേഷൻ വരച്ചിട്ട പുസ്തകത്തിൽ അല്ലെങ്കിൽ ആരാകുമ്പോൾ അതിന് നോക്കുക, സന്ദർഭം നോക്കുക. അപ്പം പീറ്റർ മറ്റുള്ള പിള്ളേരോട് പറഞ്ഞു, ആണ്ടടാ മരങ്ങൾ വരുന്നു. മരം എന്ന് പറയുന്നത് റെയിൽവേ ട്രാക്കിന്റെ പൊക്കത്തിൽ നിൽക്കുന്നു. പൊക്കത്തിൽ നിൽക്കുന്ന മരം കണ്ടോടാ ആണ്ടടാ മരം വരുന്നേ. അതിന് മുകളിൽ നിന്ന് മരം ചാവാൻ വരുന്ന പീറ്ററാണ്. സോ ഈ പോയിന്റ് വാസദോസ് ഹാവ് ഇനഫ് ഗ്രേവിസ് ആൻഡ് വൈറ്റ് ഫ്ലവർ. ആ മരങ്ങളുടെ ഗ്രേവിസ് നമ്മുടെ പ്രായമായി കഴിയുമ്പോൾ ഇലയല്ല, വെള്ളപ്പൂക്കളാണ്. The berries when they come, berries പറയുന്നത് ചെയ്യാം. And bright scarlet. But if you pick them, disappoint you by shining light before you get them.
and Peter point the tree was moving, not just the way it is supposed to move when the wind blows. അപ്പൊ പീറ്റർ നോക്കിയ സാധാരണ കാറ്റടിക്കുമ്പോൾ മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. പക്ഷെ ഇപ്രാവശ്യം കാറ്റടിച്ച് വിട്ട് മൂവിങ്ങല്ല, അതിശക്തമായ മൂവിങ്. അതായത് ഭൂമി അവിടെ ഇളകാൻ തുടങ്ങി, ആ മരത്തിന്റെ വേരുകൾ എല്ലാം മരം ചെയ്യാൻ തുടങ്ങി. സാധാരണ ഇതാണ് വീട്ടിൽ നോക്കിക്കേ, ആ മരം വരുന്നേ. All trees are going past their light. These creatures were walking down the side of the cutting. Cutting means railway പാളങ്ങൾ സൈഡിൽ വെട്ടി വെച്ചിരിക്കുന്നതാണ്. അതിൽ കൂടെ എന്തോ മൃഗങ്ങളെല്ലാം പോലെ വരുന്നത് പോലെ മരം നടന്നു വരുന്നത് തോന്നുന്നു. ഇറ്റ് ഈസ് മൂവിങ്. ഇറ്റ് ഈസ് മൂവിങ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ആണോ വരുന്നു, അത് ചലിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ നിന്ന മരം ഇങ്ങോട്ട് നടന്നു വരുന്നതായിട്ട്. കാരണം മരം ഇങ്ങനെ ചാഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് പറഞ്ഞ ബോബി പറയുന്നത് ആരാ പറഞ്ഞിരിക്കുന്നത്? ബോബിയാണോ പീറ്ററാണോ പീസ് ആണ്? 3 പേര് ഇവിടെ പറയുന്നുണ്ട്. 3 കഥാപാത്രങ്ങളാണ്. ബോബിയുണ്ട്, ബോബിയുടെ പേരാണ് കഥാപാത്രം. ബോബി, പീസ്, പീറ്റർ. ഇവിടെ ബോബി പറയുന്നത്, ബോബി കണ്ടുകൊണ്ട് പറയും ഇറ്റ് ഈസ് ലൈക്ക് മാക്ബത്ത്. മാക്ബത്ത് എന്ന് പറഞ്ഞ ഷേക്സ്പിയർ എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ കവിയാണ്. ലോകത്തിലെ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള കവിയാണ് ഷേക്സ്പിയർ, വില്യം ഷേക്സ്പിയർ. അദ്ദേഹം 17 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രശസ്തമായിരിക്കുന്ന ഒരു നാടകമാണ് മാക്ബത്ത് എന്ന് പറയുന്ന നാടകം. ഈ നാടകത്തിലെ ഒരു കഥാപാത്രം ഇങ്ങനെ വരുന്നത് അതാണ് മാക്ബത്ത്. വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്ത് എന്ന് പറയുന്ന നാടകത്തിലെ കഥാപാത്രം വരുന്നത് പോലെ ആണ്ടമാനം വരും. തടി മരം. അപ്പൊ അതുപോലെയാണ് തോന്നിക്കുന്നത്. ഇറ്റ് ഈസ് മാജിക്. അത്ഭുതമായിരിക്കുന്നു. ഇതെല്ലാം മരം, ഇതൊക്കെ അനോട്ടേഷൻസ് വരച്ചിട്ടാണ്. ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നു. മാക്ബത്തിലെ നാടകത്തിലെ കഥാപാത്രം വരുന്നത് പോലെ മരത്തെ വരുന്നേ. ഇറ്റ് ഈസ് മാജിക്. It really seemed little actually, for all the trees were about 20 yards of the opposite bank seemed to be slowly walking down towards the railway line, and the tree which the great leaves bringing up the rear like this on old rear പുറകിന്റെ കാറിന്റെ പുറകുവശത്തിനാണ് പുറകു സൈഡിൽ. അതായത് ഈ റെയിൽവേ ട്രാക്കിന്റെ ഒരു സൈഡിൽ പൊക്കത്തിലാണ് മരത്തില്ല. ആ മരം അവിടെ നിന്ന് റെയിൽവേ ട്രാക്കിന്റെ സൈഡിലോട്ട് വീടുകയാണ്. നല്ല മണ്ണ് കുറച്ച് നീണ്ടുന്നതാണ് ഈ കുട്ടികൾ കാണുന്നത്. അപ്പൊ അവർക്ക് ആദ്യം മനസ്സിലായില്ല എന്താ സംഭവം. സോ അവര് വാട്ട് ഈസ് ചോദിക്കുകയാണ്, എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? വാട്ട് ഈസ് ഇറ്റ്? That means it is much too magic for me. I would like it. Let us go home. എന്താ സംഭവിക്കുന്നത്? ഇത് ഭയങ്കര അത്ഭുതമായി തോന്നുന്നു. നാം മുകളിലിരിക്കുന്ന മരവും അവിടെ നിൽക്കുന്ന പാറകളെല്ലാം കുറച്ച് റെയിൽവേ ട്രാക്കിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പിള്ളേർ നോക്കുമ്പോൾ മരം ഇങ്ങനെ നടന്നു വരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അത്ഭുതം എന്ന് പറയുന്നത്. എന്താ സംഭവിക്കുന്നത്? നമുക്ക് വീട്ടിലേക്ക് പോയേക്കാമെന്ന് ആരാ പറയുന്നത്? ഇത് പറയുന്നത് നോക്കുക. ഇറ്റ് ഈസ് ടു മച്ച്. പറയുന്നത് ഫിലീസാണ് പറയുന്നത്. ഫിലീസ് മറ്റു പിള്ളേരോട് കൂട്ടുകാരോട് പറയാം, നമുക്ക് വീട്ടിൽ പോവാം. എന്താ സംഭവിക്കുന്നത്? എനിക്ക് അത്ഭുതമായിരിക്കുന്നു. But Bobby and Peter climbed faster the rail and watched the breathlessly. And Phyllis, Bobby കൂടെ പീറ്ററും ഒന്നും മിണ്ടാമില്ലായിരുന്നു. ശ്വാസം എടുക്കുന്നത്. കാരണം മുകളിലേക്ക് കുറച്ച് മഴ ഇങ്ങനെ വരുക. അതിനോടൊപ്പം തന്നെ മണ്ണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനുഷ്യൻ നടന്നു വരുന്നത് പോലെ വരും. പതുക്കെ വരുന്നത്. അതുകൊണ്ട് അവർക്ക് ശ്വാസം അടക്കുന്നത്. സോ അവർക്കൊന്നും മിണ്ടാമില്ലാതായിപ്പോയി. The trees moved in and all. Some stones and roots as they fell down and rattled down the railway. Rattled ചിതറുകയാണ്. എന്നിട്ട് മുകളിൽ നിൽക്കുന്ന മരത്തിന്റെ മുകളിലുള്ള കല്ലും മണ്ണെല്ലാം റെയിൽവേ ട്രാക്കിലേക്ക് ചിതറി പല സ്ഥലത്തായിട്ട് വീഴാനായിട്ട് തുടങ്ങി. അവസാനം റെയിൽവേ ട്രാക്കിൽ മണ്ണ് കല്ലുമെല്ലാം വീഴാനായിട്ട് തുടങ്ങി. ഇറ്റ് ഈസ് ഓൾ കമ്മിങ് ഡൗൺ. ആണ്ട് എല്ലാം താഴെ പോകുന്നേ. പീറ്റർ മറ്റു കൂട്ടുകാരോട് ആണ്ട് എല്ലാം താഴോട്ട് പോകുന്നേ. മുകളിൽ നിന്നെല്ലാം താഴോട്ട് പോകുന്നേ. ഇറ്റ് ഈസ് ഓൾ കമ്മിങ് ഡൗൺ. ഇത് ആണ്ട് എല്ലാം താഴോട്ട് പോകുന്നേ. It found there was hardly any voice to say which, and indeed just as he spoke, the great rock on the top of which the walking trees were lying leaned slowly around. ഇവിടെ ലീഡ് മീൻസ് ചെരിയാണ്. നേരെ ചെയ്യുന്ന ലീഡർ. നേരെ നിന്ന മരം ചെരിഞ്ഞ് ആദ്യം മണ്ണ് കയറി അവസാനം മരം ചെരിഞ്ഞ് കാറ്റിന്റെ മുകളിലേക്ക് വന്ന്
പഠിക്കണം. ഇതോടുകൂടെ കുട്ടികൾ എങ്ങനെ ശ്വാസം എടുക്കുന്നില്ല. So now let us stop here. Then next class we start from here. So you take care and read this speech and write the names. Okay.